അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. കാതുകുത്ത് സംബന്ധമായിട്ട് അത് കൂടുതൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ചില പെണ്ണുങ്ങൾ മൂക്ക് ഇങ്ങനെ കുത്തിയിട്ടുണ്ടാകും. അത് അനഫിക്കാറാണ് കൂടുതലും മുമ്പ് കുത്തൽ. ഇപ്പം ചില ആൾക്കാർ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? ഇസ്ലാമികമായിട്ട് പാടുണ്ടോ? വേറൊരു കേട്ട് അതാറാമാണെന്ന് പറഞ്ഞു. സ്ത്രീകൾ മൂക്ക് കുത്തുന്നതിൻ്റെ മതവിധി, ഇത് മദ്ഹബിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ മദ്ഹബാകുന്ന ശാഫിഈ മദ്ഹബിലൊക്കെ അത് കടുത്ത ഹറാമാണ് എന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് തന്നെയാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദും. എന്നാൽ ഹനഫി മദ്ഹബ് പോലത്തെ മദ്ഹബിലൊക്കെ അത് അനുവദിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു നിയമം, ആ നിയമത്തിനനുസരിച്ച് കൊണ്ടാണല്ലോ നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അപ്പോൾ അത് നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്, അവിടെ കുറേ സ്ത്രീകൾ, കാരണം നോർത്ത് ഇന്ത്യൻ സ്ത്രീകളൊക്കെ ചിലപ്പോൾ ഒക്കെ അത് ചെയ്യും, കാരണം അവരുടെ മദ്ഹബിൽ ഇതുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ സ്ത്രീകളൊക്കെ അത് ലാഘവത്തോടെ അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇന്നൊക്കെ പലതും അങ്ങനെയാണ്, ലാഘവത്തോടെ കാണുക. അതിനെന്താ തെറ്റ്, അതിനെന്താ കുഴപ്പം? അതായത് ഒരു തെറ്റ് ചെയ്യലും തെറ്റിന് ന്യായീകരിക്കലും ഒക്കെ രണ്ടാ. തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ലഘൂകരിച്ച് കാണുകയല്ല, അതും തെറ്റാണ്. പക്ഷെങ്കിൽ കൂടെ അതൊക്കെ മനുഷ്യനാകുമ്പോൾ തെറ്റും കുറ്റമൊക്കെ സംഭവിക്കും, ശരി, തൗബ ചെയ്യും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു തെറ്റിനെ ന്യായീകരിക്കുക എന്ന് പറയുമ്പം അത് വലിയൊരു ഗൗരവമാണ്. അതിലൊന്നും നമ്മൾ പെടാൻ പാടില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിനെ ലഘൂകരിച്ചുകൊണ്ടും അതിനെന്താ കുഴപ്പം, അത് പല ആളുകളും പലതും പറയും. സോഷ്യൽ മീഡിയ ആകുമ്പോൾ പലതും ഉണ്ടാകും, പല ആളുകളും ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൂടി നിന്ന് കൊടുത്തുകൊണ്ട് നമ്മളെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഇത് ഒരു ചെറുതായി കാണേണ്ട ഒന്നല്ല എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ തെറ്റൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. എപ്പോഴെങ്കിലും ഒരു ഹറാം ചെയ്യും പോലെയല്ല ഒരു ഹറാം കണ്ടിന്യൂ ആയിക്കൊണ്ട് തുടരുക എന്നുള്ളത്. കാരണം ഇത് മൂക്ക് കുത്തുക എന്ന് പറയുമ്പോൾ പിന്നെ അത് അവിടെ ഉള്ളിടത്തോളം കാലം പിന്നെ ഹറാമിൽ അങ്ങനെ നിൽക്കുകയാണ്. കറാഹത്തൊന്നും അല്ലല്ലോ, ഹറാമല്ലേ. അതുകൊണ്ട് ചെറിയ രൂപത്തിൽ കാണാൻ കഴിയുമോ? ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ പറയുന്ന എൻ്റെ കയ്യിലൊരു മോതിരം അണിയുക എന്ന് പറയുമ്പം അതൊരു സുന്നത്തായൊരു കർമ്മമാണ്. അപ്പോൾ ആ സുന്നത്ത് നമ്മൾ ഉള്ളിടത്തോളം കാലം, കയ്യിലുള്ളിടത്തോളം കാലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഉറങ്ങുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അയച്ചു വെക്കുമ്പോഴേ പിന്നെ ആ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇന്നതുപോലെ അപ്പോൾ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അത് വലിയൊരു നേട്ടഗുണം തന്നെ. അപ്പോൾ ഇന്നതുപോലെ ഈ പറയുന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂക്കിൽ ഇങ്ങനെ കുത്തി അണിഞ്ഞു നടക്കുക എന്ന് പറയുമ്പം അത് എൻ്റെ ഒരു ഹറാമായൊരു കാര്യമാകുമ്പം അത് എത്രത്തോളം അവിടെ മൂക്കിൽ നിൽക്കുന്നിടത്തോളം കാലം ആ ഹറാമല്ലേ നിൽക്കുന്നത്, അത് ഡേഞ്ചറല്ലേ? അത് രണ്ടെണ്ണല്ലേ? എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്യലും അതുപോലെ ആ തെറ്റിൽ നിന്നിങ്ങനെ പൂണ്ടുപിടിക്കലും രണ്ടല്ലേ? അപ്പം ന്യായീകരിക്കുന്നവരുണ്ടാകും. അതല്ല, ഏതായാലും അതിൻ്റെ മതവിധി എങ്ങനെയാണ് ഉലമാ പറഞ്ഞത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല നമ്മളെ വക നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും പറയല്ല. ഏതായാലും ശാഫിഈ മദ്ഹബിലെ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയാണ് നമ്മളിപ്പോഴും ആധാരമാക്കേണ്ടത്. അതുപോലെ തന്നെ ആധാരമാക്കലും അവലംബമാക്കലും. തുഹ്ഫയിൽ ഒരു വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ അങ്ങനെ ആയിട്ട് വരലാണ്. പിന്നെ ഇതിനെ എതിരായിക്കൊണ്ട് റംലി ഇമാമൊന്നും നിഹായിലൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫയുടെ 9-ാം വാള്യത്തിൻ്റെ 399-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ, വയുദ്ഹറു ഫീ ഖർഖിൽ അൻഫി ബിഹൽഖത്തിൻ തുഅമലു ഫീഹി മിൻ ഫിദ്ദത്തിൻ ഔ ദഹബിൻ. സ്വർണത്തിനാലോ വെള്ളിയാലോ ഉള്ളൊരു ആഭരണം അണിയാൻ വേണ്ടി സ്ത്രീകൾ ഇങ്ങനെ മൂക്കിന് ദൂരമാക്കിയിട്ട് മൂക്ക് കുത്തുക. അതിൽ പ്രകടമായിട്ട് പറയാനുള്ളത് അന്നഹു ഹറാമുൻ മുത്ലഖൻ. കണ്ടോ, അത് നിരുപാധികം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടിയാലും ആൺകുട്ടിയാലും ഒക്കെ ഹറാമാകും. ഒരാൾക്കും അതിൽ ഇളവില്ല, അത് ഹറാമ് തന്നെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്ന ന്യായീകരണവും ഒക്കെ മഹാനവറുകൾ പറഞ്ഞുകൊണ്ട് ഗണ്ണിക്കുന്നു. പിന്നെ ലി അന്നഹു ലാ സീനത്ത ഫീ ദാലിക്. കണ്ടോ, അതിൽ അങ്ങനെ ഒരു എൻ്റെ രൂപത്തിലുള്ള ലി അന്നഹു ലാ സീനത്ത ഫീ ദാലിക യുഖ്തഫറു ലി അജലിഹ ഇല്ല ഇൻദാ ഫിർഖത്തിൻ ഖലീലത്തിൻ. കണ്ടോ, ഫിർഖത്തിൻ ഖലീലത്തിൻ, അതിലൊരു അത്രക്ക് മാത്രം ഒരു ഭംഗി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. വളരെ കുറച്ച് പണ്ഡിതന്മാരെന്തോ പറഞ്ഞു എന്നല്ലാതെ
അതൊന്നും അങ്ങനെ ഭംഗി കൂട്ടിയിട്ട് അനുവദിക്കാൻ പറ്റിയൊരു കാര്യമല്ല. എന്നിട്ട് വീണ്ടും മഹാനവറുകൾ തുടരുന്നു, വലാ ഇബറത ബിഹാ മഅൽ ഉർഫിൽ ആം, പൊതുവായിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹറാമ് തന്നെയാണ്, അതാണ് പറയേണ്ടതും. അപ്പൊ ആയതുകൊണ്ട് തന്നെ ശാഫഈ മദ്ഹബിലെ മസ്അല വ്യക്തമായിക്കൊണ്ട് മഹാനവറുകൾ അവിടെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറയുന്നതും. ഫത്ഹുൽ മുഈനൊക്കെ നമ്മൾ പള്ളി ദർസിൽ ഓതി പഠിക്കുന്നതാണ്, ഇപ്പം ഓതി കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. ഏതൊരു പണ്ഡിതനായാലും ഈ പറയുന്ന ഫത്ഹുൽ മുഈൻ ഓതാതെ പോകൂല, അത്രയും പ്രൗഢമാണ് ഫത്ഹുൽ മുഈൻ. അതിലും വ്യക്തമായിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. മഖ്ദൂം തങ്ങളുടെ ഫത്ഹുൽ മുഈനിന്റെ 552-ാമത്തെ പേരിലൊക്കെ കിതാബ് സിയാലിൽ നോക്കിയാൽ കാണും കണ്ടോ, വഹറുമ തസ്തീബു അൻഫിൻ മുത്ലഖൻ, നിരുപാധികം മൂക്ക് കുത്തൽ ഹറാമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ കുറെ സ്ത്രീകൾ ചെയ്യുന്നുണ്ടല്ലോ, ചില ആളുകൾ ഇങ്ങനെ ന്യായീകരിക്കും. അതാണ് ഈ ന്യായീകരണം എന്ന് പറയുന്നത്. അത്രയും ന്യായീകരണം നിൽക്കൂലല്ലോ. തൗബന്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോയി. തൗബന്റെ വാതിലടച്ചാലും ന്യായീകരണത്തിന്റെ വാതിലടക്കൂല. നമ്മൾ ഒരു ചൊല്ലന്നുണ്ട്, അങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ കുറെ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നു, അപ്പൊ പിന്നെ അങ്ങനെ ആവുമ്പോൾ അത് അനുവദിക്കൂല, അപ്പോഴൊന്നും അനുവദിക്കൂല. അങ്ങനെ ചില സ്ത്രീകളിൽ ചില പുരുഷന്മാർ അങ്ങനെ അണിയാൻ വേണ്ടി പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും ശാഫഈ മദ്ഹബ് പ്രകാരം അത് പരിഗണനീയമല്ല എന്ന് മഖ്ദൂം തങ്ങളുടെ ഫത്ഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഉമർ നബി ജാവി റഹിമഹുല്ലാ നിആയത്തുസ് സൈൻ ഫി ഇർഷാദുൽ മുബ്തദീൻ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ 353-ാമത്തെ പേജിലുണ്ടോ, വലാ ഇബറത ബിഇഅ്തിയാദി ദാലിക ലിബഅദിൻ നാസി ഫി നിസാഇഹിം, ചില ജനങ്ങൾ അവരുടെ സ്ത്രീകൾ ഇതിങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും പരിഗണനീയമല്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ ശാഫഈ മദ്ഹബിന്റെ വീക്ഷണം അത് കടുത്ത ഹറാമ് തന്നെയാണ് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഹനഫി മദ്ഹബിൽ പറ്റും, അവരുടെ കിതാബിലുണ്ട്. ഇപ്പോ ഹനഫി ഫിഖ്ഹാണ് ഈ പറയുന്ന ദുർറുൽ മുഖ്താർ ഇമാം അസ്കഫി തങ്ങളുടെ, മഹാനായ എൻ്റെ അസ്കഫി തങ്ങൾ ഈ ദുർറുൽ മുഖ്താറിൽ ഇതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി കണ്ടിട്ടില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞില്ല, ഞാനത് കണ്ടിട്ടില്ല എന്ന ഇതിൽ പറഞ്ഞത്. ഇതിന്റെ 667-ാമത്തെ പേജിലുണ്ടോ, ഖുൽതു, ഞാനൊന്ന് പറയട്ടെ. ഇമാം അസ്കഫി തങ്ങൾ പറയാണ്, വഹൽ യജൂസുൽ ഖിസാമു ഫിൽ അൻഫി, ഉണ്ടോ, മൂക്ക് കുത്തുന്നതിൽ അനുവദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലം അറഹു, ഞാൻ അതിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു പോകുമ്പം ഈ ദുർറുൽ മുഖ്താർ ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇബ്നു ആബിദീൻ തങ്ങൾ. ഇതും ഈ പറയുന്ന ഹാഷിയത്തു റദ്ദുൽ മുഖ്താർ, ഇതും അനഫിഫിക്കാൻ അതിന്റെ ഈ പറയുന്ന ഹഷിയാണ്. ഇതിന്റെ 6-ാം വള്ളത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു നാട്ടിൽ ഒരു സ്ത്രീകൾ അങ്ങനെ ഭംഗിയായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഇവിടെയാണ് പറയുന്നത്. അവിടെ ഈ പറയുന്ന ദുർറുൽ മുഖ്താറിൽ ഇമാം അസ്കഫി തങ്ങൾ ഖുൽതു, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പം ഇവിടെ ഇബ്നു ആബിദീൻ തങ്ങൾ പറയാണ്, ഖുൽതു, എനിക്കും ഒന്ന് പറയാണ്ട്. കണ്ടോ, ഇതിന്റെ 6-ാം വള്ളത്തിന്റെ 741-ാമത്തെ പേജിലോട്ടോ, ഇൻകാന മിമ്മാ യതസയ്യനു നിസാഉ ബിഹി കമാ ഹുവ ഫീ ബഅദിൽ ബിലാദി, കണ്ടോ, ചില നാടുകളിൽ ചില സ്ത്രീകൾ അത് ഭംഗിക്ക് വേണ്ടിയിട്ട് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമ്പ്രദായം കാണുന്നുണ്ടെങ്കിൽ ഫഹുവ ഫീഹാ കതഖ്ബിൽ ഖുർബ്, കണ്ടോ, അത് അനുവദിക്കും. കാതിലൊക്കെ കുത്തും പോലെ തന്നെ അത് അനുവദനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഹനഫി ഫിഖ്ഹിലൊക്കെ കണ്ടു. വേറെയും കിതാബിലൊക്കെ കണ്ട് ഹനഫി ഫിഖ്ഹിന്റെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിലെ വീക്ഷണപ്രകാരം അത് അനുവദിക്കും. അതുകൊണ്ടാണ് ഹനഫി സ്ത്രീകളൊക്കെ അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മളെ മദ്ഹബിൽ കറാഹത്ത് പോലല്ല, കറാഹത്തല്ല, ഹറാമ് തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിലൊക്കെ പറയുമ്പം അതൊന്നും ഒരിക്കലും നമ്മൾ കാറ്റിപ്പറത്തിയിട്ട് നിസാരവൽക്കരിക്കാൻ പാടില്ല. അതാ നേരത്തെ പറഞ്ഞത്, തെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സംഭവിക്കും, ചെയ്യും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെങ്കിൽ കണ്ടിന്യൂസ് ആയിക്കൊണ്ടൊരു തെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം, അതുപോലെ തന്നെ അതിനെ ലാഘവത്തോടെ കണ്ടുകൊണ്ട് ന്യായീകരിക്കുക എന്ന് പറയുമ്പം അതൊക്കെ വലിയ തെറ്റാണ്. ഒരിക്കലും നമ്മൾ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്നതല്ല നമ്മുടെ മതത്തിൻ്റെ നിയമം, നമ്മുടെ മതത്തിൻ്റെ വീക്ഷണം. നമ്മൾ അങ്ങനെയല്ല ജീവിക്കേണ്ടതും. ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറയുന്നു കേട്ടോ.